നമസ്കാരം കൂട്ടുകാരെ. LG കൂട്ടുകായം ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ, പ്രസന്റഡ് ബൈ എലൈറ്റ് പായസം മിക്സ്, co-powered by MyG Future, Fira Foods, The Flavor of India, Hawkins, Milky Mist Sweetened Condensed Milk and Sunrich Refined Sunflower Oil. ഇന്ന് നമ്മളോടൊപ്പം ഒരു അടിപൊളി ഗസ്റ്റാണ്. സ്വാഗതം ചെയ്യാം അനുഗ്രഹീത ഗായിക നിത്യ മാമൻ. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. കുറെ നാളായിട്ട് കാണുമെന്ന് ആഗ്രഹിച്ച ആളെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ചേട്ടൻ്റെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ പോയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെയും എൻ്റെ ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നേരിട്ട് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എനിക്കും അത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു സീസണാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെയൊക്കെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഫാൻ ബോയ് ആയിട്ടുള്ള, നമ്മൾ സംഗീതം എന്ന് വെച്ചാൽ മലയാളികളുടെ ഈ ഭക്ഷണവും മ്യൂസിക്കും എന്ന് പറയുന്നത് ഇടപഴകിയിരിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണവും ഇഷ്ടമാണ്, പാട്ടും ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ പാട്ടൊക്കെ ഒരുപാട് ഈ സ്റ്റോറീസിലും കാര്യത്തിലും ഒക്കെ എപ്പോഴും എല്ലാ വീഡിയോസിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാ പാട്ടുകളും ഇങ്ങനെ കേൾക്കും, ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഒരുപാട് സ്റ്റോറീസിലൊക്കെ നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിൻ്റെ ഭയങ്കര സന്തോഷം. ഇന്ന് ഇവിടുത്തെ ഒരു ഓണ പ്രോഗ്രാമാണ്. എന്തായാലും ഓണത്തിന് ഉള്ള കുറേ വിഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ സദ്യയിലെ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പച്ചടി, കിച്ചടി, കൂട്ടുകറി, അതിൻ്റെ പലവിധം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പച്ചടിയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും സാധാരണ പച്ചടിയല്ല. ഇതിനകത്ത് ഇന്ന് നിത്യാമാമിന് വേണ്ടിയിട്ട് നമ്മൾ റംബൂട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. സാധാരണ നേന്ത്രപ്പഴത്തിൻ്റെ പച്ചടിയുണ്ട്, അല്ലെങ്കിൽ പൈനാപ്പിൾ വെച്ച് ചെയ്യും. അപ്പോൾ പഴുത്ത ആ രണ്ട് പഴങ്ങൾ വെച്ചിട്ടുള്ള പച്ചടിക്ക് പകരം ഇപ്പോൾ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന റംബൂട്ടാൻ കഴിച്ചിട്ടുണ്ടോ? പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പച്ചടി നിത്യാമാമൻ ഉണ്ടാക്കി തരണം. അതുകൂടാണ്ട് ഓണം വിശേഷങ്ങൾ ചോദിക്കണം. ഒന്ന് രണ്ട് പാട്ട് നമുക്ക് പ്രേക്ഷകർക്കും കേൾക്കണം, എനിക്കും കേൾക്കണം. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതെല്ലാം ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ? തീർച്ചയായിട്ടും. കുറേ പേരൊക്കെ പാട്ടൊക്കെ പാടി ഇതിൻ്റെ ഇടയിൽ. പക്ഷേ ഇതുപോലെ ഒരു ഫുൾ ഫ്ലഷ് നമ്മളുടെ ഒരു സംഗീതത്തിൻ്റെ ഒരു കാര്യം അവാർഡ് കിട്ടിയ മികച്ച കുറേ പാട്ടുകളൊക്കെ പാടിയ ഒരാളെന്നാൽ ഒരു ഓണപ്പാട്ടോടുകൂടി നമുക്ക് തുടങ്ങിയാൽ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു വൈബാവും. ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി ആദ്യമായിട്ട് ഓണപ്പാട്ടായിട്ട് പാടുന്നത്? എൻ്റെ ഒരു പാട്ടാണ്, പുതിയ റിലീസ് പാട്ടാണ്, ഈ വർഷം ഇറങ്ങിയ ഒരു ഓണപ്പാട്ടാണ്. ഇതിന് സംഗീതം ചെയ്തേക്കുന്നത് സന്തോഷാണ് ആൻഡ് ലിറിക്സ് എഴുതിയേക്കുന്നത് നിശാന്ത് കൂടെയാണ്. അപ്പം ഈ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഈ വർഷത്തെ നമ്മളൊക്കെ ഓണപ്പാട്ട് ഒത്തിരി കേട്ടെങ്കിലും നിത്യയുടെ ഈ വർഷത്തെ ഓണപ്പാട്ട് നമുക്ക് വേണ്ടിയിട്ട് പാടുകയാണ്. യെസ് പ്ലീസ്. ചിങ്ങം പെയ്തിറങ്ങി തിരുമുറ്റത്ത് തോണിപ്പാട്ടു പാടി മഞ്ഞ കിളികൾ, നെല്ലിമരത്തിൽ നിറയെ ഓണത്തുമ്പികൾ, വാഗമരപ്പൂക്കൾ ചേർന്നു വർണ്ണശലഭമായി, ഓണം വന്നിന്നു പാടിക്കുയിലമ്മ. ചിങ്ങം പെയ്തിറങ്ങി തിരുമുറ്റത്ത് തോണിപ്പാട്ടു പാടി മഞ്ഞ കിളികൾ.
വർണ്ണശലഭമായി ഓണം വന്നിന്നു പാടിക്കുയിലമ്മ ചിങ്ങം അങ്ങനെ തിരുമുറ്റത്ത് പെയ്തിറങ്ങിയ മനോഹരമായ ഗാനം ദേ ഈ വർഷത്തെ നിത്യയുടെ ഓണപ്പാട്ടാണ് നമ്മൾ കേട്ടത്. അടിപൊളി. താങ്ക് യു സോ മച്ച്. സന്തോഷം. അപ്പോൾ ഇനിയും എന്തായാലും 1-2 പാട്ട് നമ്മൾ കേൾക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പാചകം കൂടെ തുടങ്ങിയിട്ടും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഈ പച്ചടി, ഇത് ഫ്രൂട്ടാണ്, അധികം വേവിക്കേണ്ടതൊന്നും കാര്യമില്ല. റംബൂട്ടാൻ ഫൈനലി ചോപ്പ് ചെയ്ത് റംബൂട്ടാൻ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൂടെ ആഡ് ചെയ്യാണ്. കുറച്ച് ഗ്രീൻ ചില്ലി, ആ സ്പൈസ്, ലേശം ഉപ്പ്, കുറച്ച് കറിവേപ്പില ആൻഡ് സം വാട്ടർ. അതെ, ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ അരപ്പുണ്ട്, അരപ്പ് ചേർത്ത് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നമ്മൾ വിസ്ക് ചെയ്ത് ചേർക്കുന്നു. പിന്നെ നല്ലൊരു തടുക്ക അടിച്ചാൽ സിമ്പിൾ, വളരെ വേഗത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തവണ എവിടെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഇത്തവണത്തെ തിരുവനന്തപുരത്തായിരിക്കും. എൻ്റെ പേരൻസ് ട്രിവാൻഡ്രത്താണ്. അവിടെയാണ് അവിടെ തന്നെയാണ് എല്ലാ ഓണവും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. അച്ഛനമ്മയുടെ കൂടെ ആയിരിക്കും. എങ്ങനെയാണ് ഓണം ഓർമ്മകളൊക്കെ നിത്യയുടെ ചെറുപ്പത്തിലുള്ള ഓണം? ജനിച്ചു വളർന്ന ഖത്തറിലായതുകൊണ്ട് കുറച്ച് ഗൾഫ് ഓർമ്മകൾ. അതെ, അവിടുത്തെ ഓണം എന്ന് വെച്ചാൽ ഒരു ലോങ് ഓണം ആയിരിക്കുമല്ലോ. ഒരു മാസം മൊത്തം ഓണം. ഒരു മാസം ഒന്നുമല്ല, 6 months ആയിട്ടൊക്കെ മാറി. ഞാൻ തന്നെ ഓണം കഴിഞ്ഞിട്ടും അല്ലാണ്ടും ഒക്കെ മിഡിൽ ഈസ്റ്റിലെ പല സ്ഥലത്തുകൾ പോയി കഴിഞ്ഞാൽ അതൊരു ശരിക്കും പറയുന്ന ഓണം ഇപ്പോൾ അങ്ങ് വെളിയിലാണ് ആഘോഷം. ഇവിടെ ഒരു തിരുവോണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം വരക്കെ ഇവിടെയൊക്കെ ഉള്ളൂ ഇപ്പം. പിന്നെ അങ്ങ് എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫാവും. അവിടെ എല്ലാ വീക്കെൻഡ്സിലും ഓരോ തരം ആഘോഷം. വീണ്ടും എല്ലാവരും ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഓരോ തവണ വരുന്നു, സദ്യ കഴിക്കുന്നു, എല്ലാവരെയും പുതിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ വരും. ഇവിടെ ആകുമ്പോൾ ആ ഫസ്റ്റ് 10 ദിവസത്തിനുള്ളിൽ തീരും. അപ്പോൾ മ്യൂസിക് ഒക്കെ പഠിച്ചൊക്കെ ഇവിടുന്നാണ്. ഞാൻ ഖത്തറിൽ കുറച്ച് നാൾ അവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പഠിച്ചു. പക്ഷെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് കോളേജ് പഠിക്കുന്ന സമയത്താണ്. ഹിന്ദുസ്ഥാനിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ശരിക്കുള്ള ഗുരു? എൻ്റെ ഗുരു ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേണി ഇഗ്നീഷ്യസ് ഡ്യൂവയില് ബേണി സാറിൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഓ ഗ്രേറ്റ്. ഭയങ്കര അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര, ഇപ്പം തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾ മാത്രം ഒരു അവരുടെ സിഗ്നേച്ചർ ആയിട്ട് എഴുതി വെച്ച്. നിത്യയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതൊക്കെ? സ്വന്തം പാടിയതല്ല, ഇപ്പൊ ഈ പാട്ട് കേട്ട് വളർന്ന ഒരാൾ മലയാള പാട്ടുകളൊക്കെ അവിടെ ഇരുന്ന് കേൾക്കും, പാട്ടുകാരിയാവണമെന്ന് ആഗ്രഹിച്ചു, പേരൻസ് ഒക്കെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് കേട്ടതായാലും ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആയിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് ഗായകരുടെ പാട്ട് ഏതായിരുന്നു? എനിക്ക് ജാനകി അമ്മയുടെ പാട്ടുകളെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ദാസേട്ടൻ, ജാനകി അമ്മയുടെ പാട്ട് കൂടുതൽ ഇഷ്ടമായിരുന്നു. കാരണം കൊച്ചിലെ നമ്മൾ ഇതൊക്കെ കേൾപ്പിക്കുന്ന, കാരണം നാടായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ഉടനെ പാട്ട് വെച്ചിട്ടാണ് പാട്ട്, പിന്നെ ഭക്ഷണം. ജാനകി അമ്മയുടെ പാട്ടുകളും ദാസേട്ടൻ്റെ പാട്ട്, ചിത്രചേച്ചിയുടെ പാട്ടിലടങ്ങും. നമ്മൾ ആദ്യം കേട്ട് തുടങ്ങിയത് ജാനകിയുടെ പാട്ടാണെന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ആ വയനാട്ടിൽ ഒരു പാട്ട് പാടി വൈറലായിട്ടാണ് കൈലാസ് വഴി അങ്ങനെ വന്നൊരു ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു പാട്ട് ഹിമമഴയായി എന്ന് തുടങ്ങിയ ഗാനമാണ്. കൈലാസ് മേനൻ സാറിൻ്റെ അമ്മ കാണുന്നതാണ്. വീഡിയോ കണ്ടു. വയനാട്ടിലായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. അമ്മ കണ്ടിട്ട് റെക്കമെൻഡ് ചെയ്തു ഈ പാട്ട് എന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കുട്ടീനെ എന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ ട്രൈ ചെയ്താണ് ഈ പാട്ട്. അങ്ങനെ ഇങ്ങനെയോ ഫൈനലായി വന്നു എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിൽ. അങ്ങനെ തമിഴായാലും തെലുങ്ക്, കന്നഡയൊക്കെ മ്യൂസിക് ഇപ്പോൾ വരുന്നുണ്ട്. അതുകൂടാണ്ട് ബോളിവുഡിലെ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെ ആസ്വദിക്കുന്നതാണോ, അതോ ഏത് ഭാഷയോടാണ് കൂടുതൽ താല്പര്യം, അതോ എല്ലാ ഭാഷയിലും ഇപ്പോൾ പാടാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്ങനെയൊക്കെയാണ്? ഈ സംഗീതത്തിന് ഭാഷയില്ലല്ലോ. എല്ലാ സംഗീതവും ഒരുപോലെ ഇഷ്ടമാണ്. അല്ല, എല്ലാ ഭാഷയിലും നമുക്ക് പാടാനായിട്ടുള്ള ട്രൈ ചെയ്യാറുണ്ട്. മലയാളം അല്ലാണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഭാഷയിൽ പാടണം. ഇപ്പൊ 3-4 അവസരം ഒരുമിച്ച് ഇപ്പൊ മലയാളം തമിഴ് എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ട് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ലിങ്ക് ഉണ്ട്. ഭാഷയായാലും തൊട്ടടുത്ത സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ കൾച്ചറൽ വൈസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സാമ്യമുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തമിഴ് പാട്ടൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണ്. തമിഴ് ഇഷ്ടമാണ്, തെലുഗു, കന്നഡ അല്ലേ, മറാഠി, ബംഗാളി, ഹിന്ദി. ഏകദേശം നമ്മുടെ ആ ഫ്രൂട്ട് കുക്കായി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ അതിനൊരു ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് കൊടുക്കും. വേറെ അതിൻ്റെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒഴിക്കുന്നതാണ്.
സോ റംബുട്ടാൻ ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് ശരിക്കും കുക്കായി അതിൻ്റെ ഒരു ചൂട് തട്ടിയാൽ മതി. വളരെ സോഫ്റ്റായ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് തേങ്ങയും കുറച്ച് ജീരകം, കടുകും ഒരല്പം ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചതാണ്. പാചകത്തിനോട് താല്പര്യമുള്ള ഒരാളാണോ അതോ നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നാ കഴിക്കുന്നതാണോ? അത്യാവശ്യം ഉണ്ടാക്കും. ആണോ? ഓക്കെ. പിന്നെ കൂടുതൽ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാ? അമ്മ ഉണ്ടാക്കുന്ന എല്ലാം സൂപ്പറാണ്. എന്നാലും നമ്മുടെ അപ്പൊ ഇതേപോലെ നല്ല ബിസി ഷെഡ്യൂൾ, ഒരു വലിയൊരു ഷോ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചൊരു ട്രിപ്പ്, ഒരു 5-6 ഡേയ്സ്, ഒരു 1 വീക്കൊക്കെ ട്രാവൽ ചെയ്ത് ഷോ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പേരൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ആദ്യം അപ്പം അന്നേരമാണല്ലോ മിസ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ പലയിടത്തും ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഡെയിലി ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടാക്കി തരുന്ന ഇഷ്ടമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് തന്നെ കഴിക്കണം അമ്മ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ഫേവറേറ്റ്, അത്രയും ഒരു ലോങ് ജേർണിയോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്മയുടെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് അല്ലെ ഏറ്റവും മോസ്റ്റ് കംഫർട്ട് ഫുഡ് ഓഫ് നിത്യ ഏതാണ്? അപ്പവും ചിക്കൻ സ്റ്റൂ. ഓയ്യോ, അത് ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാൻ അതൊക്കെ എളുപ്പമില്ല, അത് ഉണ്ടാക്കാൻ പഠിച്ചു. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഡിഷ് അതൊക്കെ ഉണ്ടാക്കും, പക്ഷെ അമ്മ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് എപ്പോഴും അത് എക്സ്ക്യൂസ് ആയിട്ടാ. അപ്പൊ അമ്മയുടെ കൈപ്പുണ്യാണ് നല്ലതെന്ന് പറയുമ്പോൾ അമ്മയെ കൊണ്ട് തന്നെ ഉണ്ടാക്കി കിട്ടുമല്ലോ അല്ലേ? നന്നായിട്ട്. സത്യം പറഞ്ഞ സ്വാദ് അമ്മയുടെ കൈപ്പുണ്യം അത് വേണം. അത്ര എത്തിയിട്ടുണ്ടോ കയ്യില്? ഇല്ലെന്നേ, അത്ര എത്തിയിട്ടില്ല. അതിന് നമ്മൾ അമ്മയാകുമ്പോഴാണ് നമുക്ക് എത്തുന്നത് മക്കള് പറയാം. അപ്പൊ എല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു ജനറേഷൻ കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി പ്രാക്ടീസ് ആയി സ്വന്തമായിട്ട് ഉണ്ടാക്കി ഫീഡ് ചെയ്യുമ്പോൾ ആ സ്നേഹം കൊണ്ടാണ്, ആ സ്നേഹം ആ ലവും കൂടെ വരുമ്പോഴാണ് ആ കൈപ്പുണ്യമായിട്ട് ഫീൽ ചെയ്ത് വരുന്നത്. വേറെ അമ്മമാരൊന്നും അത്രയും തരില്ലല്ലോ. അപ്പൊ നമ്മുടെ അമ്മയാണല്ലോ ഏറ്റവും നന്നായിട്ട് തരിക. പിന്നെ അമ്മ കപ്പയും മീൻകറിയും അതും ബെസ്റ്റാണ്. ഓക്കെ. ബൈ പ്രൊഫഷൻ ഒരു ആർക്കിടെക്ട് ആണ് അല്ലേ? അതിന്റെ കൂടെ സംഗീതവും നല്ല ആദ്യം ഒരു പാഷനായിട്ട് വന്നു, ഇപ്പൊ അതും രണ്ടും പ്രൊഫഷനായിട്ട് മാറി. അപ്പൊ വളരെ ബിസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു പ്രൊഫഷണൽ ആർക്കിടെക്ട് ആയിട്ട് ഒരാൾ സംഗീതത്തിലേക്ക് വരുന്നതിന്റെ എന്തൊക്കെ ഗുണം, ആ ഒരു അങ്ങനെ ഒരു പ്രൊഫഷണൽസ് നമ്മളൊരു വലിയൊരു എഞ്ചിനീയറിംഗിന്റെ കാര്യമൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് വരുന്നു, അതും ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ്. അത് മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്തോ അതോ പ്രൊഫഷനെ ഹെൽപ്പ് ചെയ്തോ അതോ കരിയറിനെ എങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റും? ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് സെക്ഷൻ നോക്കുമ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. അതെ. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിനുള്ള നമ്മുടെ ആർട്ട് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡ് വരുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ ഭയങ്കരമായിട്ട് മാറും. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നമ്മുടെ ചോയ്സ് ഓഫ് കളേഴ്സ് ആണെങ്കിലും എന്തായാലും ആ ഒരു മ്യൂസിക്കിൻ്റെ സെൻസും എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്താണ്. കൂടുതൽ പാട്ടുകൾ പോലും കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ബ്രോഡ് സെറ്റായി ഒരു മൈൻഡ്, അതാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫീൽഡിൽ കയറി വന്നതിന് ശേഷവും ഈ ഫീൽഡിൽ ഓരോരോ ഡിസിഷൻ മേക്കിങ്ങിനും എങ്ങനെയോ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ആ പ്രൊഫഷണൽസ് നമ്മളൊരു ആ ഒരു കോഴ്സ് ഒരു പ്രൊഫഷണൽ ആർക്കിടെക്ട് എന്നൊക്കെ പറയുമ്പോൾ പഠിച്ച് നമ്മളത് വരുമ്പം അതൊരു പ്രോസസ്സാണല്ലോ. അത് കുറേ ടെക്നിക്കലും കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ എന്തായാലും പഠിക്കും ഇല്ല. ഒരു ഡിസൈൻ ചെയ്യാണ്, അത് ലൈഫ് ലോങ് ആയിട്ട് വരേണ്ട, അല്ലെങ്കിൽ കുറേ വർഷം നിൽക്കേണ്ട ഒരു ഡിസൈൻ നമ്മളുടെ ആ ഒരു ഇതിൽ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഗീതത്തിലേക്ക് എത്തുമ്പം അത് തിരഞ്ഞെടുക്കുന്നതിലായാലും ഇംപ്രൂവൈസേഷൻ ചെയ്യുന്നതിനൊക്കെ ആ ഒരു ടച്ച് കൂടെ ഉണ്ടാവും. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതല്ലാണ്ട് നിത്യയുടെ ഇപ്പൊ പാട്ട് പാടാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം അല്ലെങ്കിൽ ഒരു മെയിൻ ഹോബികളൊക്കെ എന്തൊക്കെയാണ്? അല്ല ചുമ്മാതിരിക്കുമ്പോ ചെയ്യുന്ന ട്രാവലിംഗ്, റീഡിങ് അല്ലെങ്കിൽ കുക്കിംഗ് എന്തായാലും ഇല്ല വലുതായിട്ട്, എന്നാലും ആഹാരം കഴിക്കുന്നതാണ്. അത്യാവശ്യമൊക്കെ ഉണ്ടാക്കും, പക്ഷെ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അല്ല, മെയിൻ ഹോബീസ് വേറെ. ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ പോയ ഏറ്റവും ബെസ്റ്റ്, ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ്, ഇതുവരെ പോയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം, ഇത് ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സ്ഥലം, രണ്ടും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അയർലൻഡായിരുന്നു. കഴിഞ്ഞ വർഷം ജാനുവരി വേണുഗോപാൽ സാറിന്റെ ഒപ്പം ഷോയ്ക്കായിട്ട് പോയത്. കുറച്ച് ദിവസം എക്സ്ട്രാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോക്കൽ കൗണ്ടി അങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ പോയിട്ട്. അതെ. അതായത് സ്പെഷ്യലി നമ്മളെ കൊച്ചുകുട്ടിയാകുമ്പോൾ നമ്മള് ഇങ്ങനെ കുറെ ഫെയറി ടെയിൽസ് ഒക്കെ വായിക്കും, കാസിൽസ്, അതൊക്കെ സ്റ്റോറി ബുക്കിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് നമ്മളിങ്ങനെ കാണും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അനുഭൂതിയാണ്. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ജപ്പാൻ, കൊറിയ, അതൊക്കെ പോകാൻ ആഗ്രഹമാണ്. ചൈന, ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹമുള്ള സ്ഥലമാണ്. ഓക്കെ. അവിടെയൊക്കെ ഷോ ആയിട്ടായിരിക്കത്തില്ല വരുന്നത്, എന്നാൽ പിന്നെ എന്തായാലും ട്രാവൽ ചെയ്യേണ്ട സമയത്തിനും കൊറിയ, ജപ്പാൻ ആൻഡ് ചൈന അല്ലേ? ജപ്പാനീസ് ഫുഡ് ഇഷ്ടമാണോ? ആക്ച്വലി ജപ്പാൻ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, ഇവിടൊക്കെയുള്ള സംഭവം കഴിച്ചിട്ടുണ്ട്. ഓക്കെ. ഫ്രൂട്ട്സ് കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി അധികം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തൈര് മിക്സ് ചെയ്യുന്നു, ഇതിൻ്റെ തടുക്ക നമ്മൾ ഉണ്ടാക്കുകയാണ്.
നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റ് ആ ഒരു തേങ്ങയുടെ അരപ്പിനകത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി തടിക്ക, അതിൻ്റെ കടുക് വറുക്കുന്നതാണ് മെയിൻ. അതിന് മുമ്പ് നമുക്ക് തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടാണ് ചേർക്കുന്നത്. ആവശ്യമുള്ള തൈര് ഇങ്ങനെ ചേർക്കുകയാണ്. കടുക്, നല്ല മണം. ഇതിന് കടുക്, വത്തൽമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ നല്ല ആ മുളക് നല്ലൊരു ബ്ലാക്കിഷ് റോസ്റ്റ് ആവുന്ന സമയത്ത് ഒരു പൊടിക്ക് നമ്മുടെ LG കൂട്ടുകായം കൂടി ആഡ് ചെയ്യുകയാണ്. LGയുടെ കായപ്പൊടി ആ എണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ആരോഗ്യം, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്തത്. അത് തൈരിലേക്ക് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുത്തു. യെസ്, ഇതിങ്ങനെ സാധാരണ നമ്മുടെ പച്ചടി വെള്ള കളറിലുള്ള ഉണ്ടാവും. അത് കുക്കുംബർ വെച്ചുണ്ടാക്കും, നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കും, പറഞ്ഞ പോലെ പൈനാപ്പിൾ വെച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാക്കും. ഇത് എന്നാൽ മധുരം ഉണ്ടോയെന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് അധികം മധുരമില്ല, എന്നാൽ റംബൂട്ടാൻ ഒരു ചെറിയ പുളിപ്പുള്ളൊരു മധുരമാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബാലൻസിൽ ഇപ്പം ഈ കേരളത്തിൽ പണ്ടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒരു ഫോറിൻ ഫ്രൂട്ടായിരുന്നു. ഇപ്പം ലോക്കലി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മൾ ഇലയിൽ ഇങ്ങനെ വിളമ്പുമ്പോൾ അങ്ങനെ നിൽക്കുന്ന പരുവത്തിലെത്തി. ഭയങ്കര എനിക്ക് തന്നെ. ഹലോ ഷെഫേ, നിത്യ മാം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഷെഫിന് ഇരിക്കട്ടെ ഒരു ഹാപ്പി ഓണം. ഇതെന്താണ് ഇതെല്ലാം ഒരു ഭയങ്കര തിരിച്ചറിവുകളാണ് ഷെഫേ. മനുഷ്യന്റെ മാറ്റത്തിന് ഏറ്റവും വലിയൊരു അടിസ്ഥാനം തിരിച്ചറിവ്. മാമിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചുണ്ടല്ലോ, ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തു. ഈ വന്ന ഒരു ചെറിയ കാലയളവിൽ എൻ്റെ കൊക്കിൽ ഒതുങ്ങാവുന്ന എല്ലാ ബിസിനസ്സും രക്ഷപ്പെടണ്ടേ? സത്യം പറഞ്ഞാൽ ഇപ്പോഴെൻ്റെ അവസ്ഥ കസ്തൂരി അന്വേഷിച്ച് എന്നിട്ട് അവസാനം അത് കണ്ടുപിടിക്കില്ലല്ലോ. അതായത് എല്ലാം പൊളിഞ്ഞ് കുത്തുവാള എടുത്തോ പോയി പറയുന്നതിന് ഇപ്പൊ തുറന്നു പറയുന്നതിന് എന്താ? കുറെ ബിസിനസ് ഞാൻ ഇവിടെ വന്ന് ഷെഫിന്റെ അനുഗ്രഹം മേടിച്ചു, അതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്റെ കയ്യിൽ നിന്നില്ല, അത് പൊളിഞ്ഞു പോയി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഞാൻ എന്റെ കയ്യിലിരിപ്പൂടെ ഒരു ശരിയാവാനുണ്ട്. ഇനിയിപ്പം ഷെഫിന്റെ ആശ്വാസത്തിന് അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ എന്റെ കഴിവ് ഞാൻ ഇപ്പൊ വൈകിയ വേളയിൽ എന്താണ് പുതിയ ഉഡായിപ്പോട്ട് വന്നേക്കുന്നത്? ഉഡായിപ്പേ അല്ലെ ഈ കറികൾ മാറ്റി മാറ്റി വെക്കുന്നുണ്ടല്ലോ, പിന്നെ ഈ ഉഡായിപ്പ് ഒരു തവണയെങ്കിലും ഞാൻ വിചാരിച്ച് മറ്റേതായി വന്നപ്പോ ഇത് വന്നു, മറ്റേ ഓരോ കാര്യത്തിന് വന്നു, മറ്റേ ഓരോ കാര്യം വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതെങ്കിൽ ശരിയാവുന്നു. ഇപ്പൊ അവസാനം വീണ്ടും വന്ന് അവസാനം തിരിച്ചറിഞ്ഞിട്ട് മതി. എന്താ തിരിച്ചറിവുണ്ടായത്? ഉണ്ടായി എനിക്ക്. എന്താണ് ആ ഉൾവിളി? അതായത് ഇപ്പം ഷെഫ് തന്നെ പാചകം വെക്കുന്നു, അതൊരു വലിയൊരു കഴിവാണ്. അതെ, എത്ര ആൾക്കാരുടെ മനസ്സാ നിറയ്ക്കുന്നത്. അതുപോലെ നിത്യ മാം എന്ത് ഭംഗിയായിട്ടാ പാടുന്നത്. സത്യം പറഞ്ഞ ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്. എനിക്ക് ആ മറ്റേ പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാതുക്കല് കുഞ്ഞൊരു കാക്ക. ഞങ്ങളുടെ വീടിന്റെ വാതിക്കൽ കാക്കിയ പ്രാവാണ്. നിത്യ മാം പാടുമ്പോ അതങ്ങനെ വെള്ളരി പ്രാവൊക്കെ വരും. നമ്മുടെ അവിടെ തൂക്കണം കുരുവി, ഓലേഞ്ഞാലി, മൈന, കൃങ്ങണത്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. കുട്ടിക്കാലത്ത് ഒരുപാട് മത്സരങ്ങളിൽ ഞാൻ നമ്മുടെ അവിടെ ഗ്രാമീണോത്സവത്തിൽ വരുമ്പോ ഞങ്ങളുടെ വാർഡ് മെമ്പർ, പിന്നെ ലക്ഷ്മി ഏടത്തി, എല്ലാരും എന്നോട് പറയും ലളിത ചേച്ചി. അല്ല, ലളിതഗാനം. ലളിത ചേച്ചി ആണെങ്കിൽ എന്റെ ടീച്ചറാണ്. ഒരു ലളിതഗാനം പാടാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് അടിക്കും. പിന്നെ ചാക്കി കയറി ഓട്ടത്തിനൊക്കെ തവളച്ചാട്ടത്തിനൊക്കെ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും പോയാൽ കിട്ടും. ഞാനത് മറച്ച് എന്താ ശ്രദ്ധിച്ചില്ല. എന്റെ തിരക്കുകൾ കാരണം ഞാൻ എന്റെ ആ കഴിവിനെ ഞാൻ വളർത്തിയില്ല എന്നുള്ളതാണ്. ഞാനിപ്പോ ഇവിടെ വെച്ചത് ഈ കറിക്ക് മുന്നേ ഞാൻ സത്യം തിരിച്ചു പറയാണ്. ഇനി കാശ് മുടക്കി ഒരു പരിപാടിക്ക് വനജയില്ല, കച്ചവടം ഇല്ല, ഒരു ഇല്ല. കഴിവുമായിട്ട് പോവാണ്. അതാണ് തിരിച്ചറിവ്. പക്ഷെ വൈകിപ്പോയി, എന്നിരുന്നാലും തിരിച്ചറിവ് നല്ലതല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കുറച്ച് ടിപ്സ് വേണം. മെയിനായിട്ടും ഞാനിങ്ങനെ അയൽക്കൂട്ടത്തിൽ ചെറിയ കള്ളങ്ങളൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടും. അപ്പം എല്ലാ പെണ്ണുങ്ങളും, അതിനകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ വിരച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ട് പാടിയപ്പോൾ, വനിജ അടുത്ത വാർഷികത്തിന് നീ പാടണം എന്നോട് പറയാ. സത്യം കേട്ടോ, എന്നോട് പറയാ നീ പാടണം. അപ്പൊ ഞാൻ വിചാരിച്ചു നിത്യ മാം എന്തായാലും ഇവിടെ വരുന്നുണ്ട്, കുറച്ച് ടിപ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. അതെ, അപ്പം എന്നോട് ADS പറഞ്ഞു, എടീ ഇങ്ങനെ നീ വനജ ചെയ്ത് വെറുതെ അല്ല, അത് സാധകം അങ്ങനെ എന്തൊരു സാധനം ഇല്ലേ, കഴുത്തിട്ട് കൊണ്ടൊക്കെ ഇങ്ങനെ നനച്ചിട്ടൊരു സാധനം ഇല്ല, അങ്ങനെ എന്തോ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുങ്ങി കിടന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഞാനൊരു വെളുപ്പിന് ഒരു 3 മണി ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു അമ്പലക്കുളത്തിൽ ചെന്ന് ചാടി. ആരെങ്കിലും ആത്മഹത്യ പിടിച്ചു പൊക്കിയോ? അല്ല, അതല്ല, അവിടെ കിടന്നിരുന്നൊരു പോത്ത് പേടിച്ച് ഓടി
പിന്നെ തെങ്ങിന്റെ മടക്കുന്ന ചെത്തുകാരൻ ഇതുപോലെ പേടിച്ച് അതിനകത്ത് വീണു. പക്ഷേ ഇതുവരെ അറിയത്തില്ലായിരുന്നു, ഇപ്പൊ എല്ലാവരും അറിയും തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ ആ ഒരു എന്താ പറയുക സർഗാത്മകമായ ആ ഒരു കഴിവിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓ, നിത്യയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നതാണ്. ചെറിയൊരു പാട്ട് മതി, ഒന്ന് രണ്ട് ടിപ്സ്. ഓക്കെ. അപ്പൊ ഈ കച്ചവടമൊക്കെ ചെയ്ത് പൊട്ടിയപ്പം പണ്ട് ലളിതഗാനം പാടിയത് തിരിച്ചറിഞ്ഞ് വലിയൊരു ഗായികയായിട്ട് മാറണമെന്നാണോ ആഗ്രഹം? എന്റെ കൊക്കിൽ ഒതുങ്ങാൻ പറ്റുന്ന ഏതാ ഇപ്പൊ പറയുന്നത്, പ്രേമോദ അങ്ങനെയുള്ള പാട്ടുകളില്ലേ, ഹരിമുരളീരവം. നമുക്ക് വേണേ ഹമ്മിങ് വിടാം, അതെനിക്ക് നിൽക്കത്തില്ല, അതെനിക്കറിയാം. അത് ഞാൻ തേടും, എത്ര വേണേലും ഞാൻ തേടാം. ഇതുപോലെ എനിക്കത് ഒരു കഴിവുണ്ട്. പിന്നെ റിയാലിറ്റി ഷോയില് നമ്മുടെ ടോപ്പ് സിംഗർ തന്നെ എനിക്ക് മത്സരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ടോപ്പ് സിംഗറിൽ മത്സരിക്കാൻ അത് പ്രായം ഒരു ഇതാണ്. പാട്ടുകളിൽ അതേ പാട്ടുകാരിൽ ടോപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള വെല്ലുവിളി സ്വീകരിച്ച് എനിക്ക് ടിപ്പൊന്നും പറഞ്ഞു തരാതിരിക്കണേ. എന്തായാലും നിത്യ ഇത്രയും റിക്വസ്റ്റ് ചെയ്തല്ലേ, എന്ത് ടിപ്സാ വേണ്ടത്? എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് സ്വരശുദ്ധമായി എനിക്ക് ഒന്ന് പാടാനായിട്ട് എന്തെങ്കിലും. ആദ്യം രണ്ടുപേര് പാടി കേൾപ്പിച്ചു കൊടുത്തു. ഇതുവരെ ഇങ്ങനെ എത്ര ആ ലെവല് കണ്ടാലല്ലേ പാടുള്ളൂ. അങ്ങനെ ഞാൻ അത്ര അങ്ങനെ ഗുരുഭക്തി ഇല്ലാത്ത ഒരാളല്ല. തുടങ്ങി തരുമെങ്കിൽ സായൊക്കെ പാടാറുണ്ടോ? പിന്നെ സാ ജീ അതൊക്കെ അറിയാം. രാവിലെ 3 മണിക്ക് നിൽക്കണമെന്നില്ല കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, എല്ലാ ദിവസവും പാടാൻ പറ്റുമെങ്കിൽ അടിപൊളി. കാരണം എപ്പോഴും നമുക്ക് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് മേക്സ് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അതൊന്ന് തുടക്കം ഒന്ന് പറഞ്ഞു തരുമോ? സാ ഒരു വഴിക്ക് അങ്ങോട്ട് പോട്ടെ. അടുത്തത് ശ്വാസം മുട്ടി ചാവുന്നതിന് മുന്നേ നിർത്തണം നമ്മള്. വേണോ? നിർത്തരുത്, ഇപ്പോഴും നിർത്തരുത്. ഇതിലും ഭേദം ഉടായ്പും ബിസിനസ് ഒക്കെ പോലെ. ഞാൻ ശ്രമിക്കും. ഷെഫേ എന്നെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെയല്ലേ മാം? തീർച്ചയായിട്ടും. വേറെ ഈ സാരി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ നമ്മുടെ പഴയ മലയാളം പാട്ട് കേട്ടാ മതി. അതോ? ജാനകിയമ്മയുടെ പാട്ടും ദാസേട്ടന്റെ പാട്ടിലും. ഓ എന്റെ ദൈവമേ, ദാസേട്ടൻ ജാനകിയമ്മ എന്നൊക്കെ പറഞ്ഞ ലെജൻസിന്റെ ഒക്കെ വലിയ ഫാനാണ്. മാമിന്റെ ഓൾസോ. ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ വന്നല്ലോ. ഞാൻ മാമിന്റെ പാട്ടുകൾ ടി വി കൂടെയോ അല്ലെ മൊബൈലിനകത്തൊക്കെ കേട്ട് പരിചയമുള്ളൂ. എനിക്ക് ഈ ലൈവായിട്ട് എനിക്കൊരു പാട്ട് പാടിത്തരും. തീർച്ചയായിട്ടും പാടാലോ. സീരിയസ് ആയിട്ടോ? ഏത് പാട്ടാണ് മാമിന് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട്? അന്നേരം ഒരു പാട്ട് സജസ്റ്റ് ചെയ്യും. ആരൊരാൾ പുലർമഴയിൽ ആദ്യമായി ആദ്യമായി എന്തെന്ത് ആരൊരാൾ. തീർച്ചയായിട്ടും ആരോ ഒരാൾ അങ്ങനെ പാടിക്കും. ആരോ ഒരാൾ. അപ്പൊ ആരോ ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട വനജയ്ക്ക് വേണ്ടി പാടുന്നു. ഓ, ആ വനജ എന്നൊക്കെ പറയുമ്പോൾ ആ സ്വരത്തിന്റെ ആ ഒരു മധുരം ഞങ്ങളുടെ സുശീലൻ ചേട്ടൻ അതാണ്. ആ സംഗീതാത്മകമായിട്ട് ഇത്രയും പേരിനൊരു മധുരം ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതല്ലേ? അതെ. ഒന്നുകൂടെ ഒന്ന് വനജയെന്ന് വിളിച്ചേ. വനജ ഷെഫ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. വനജ. ഓ തേങ്ങ തിരുമനസ്. നീല
കാര്യം ചോദിക്കട്ടെ, ഈ ആരൊരാൾ പുലർമഴയിലുള്ള ആളെവിടെ? ഹസ്ബൻഡാണോ ഉദ്ദേശിച്ചേ? ഹസ്ബൻഡിന് തന്നെയാണ് ഉദ്ദേശിച്ചത്. സത്യങ്ങളൊന്നും വിളിച്ചു പറയും. തീർച്ചയായിട്ടും ഹസ്ബൻഡ് അദ്ദേഹം ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സൈറ്റിൽ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ MBA പഠിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. MBA പഠിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്, വർക്ക് ചെയ്തല്ലേ? എന്താ ചെയ്യാ, പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളായിട്ട് ഒരിക്കലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രണയ വിവാഹമായിരുന്നു? അതെ അതെ. പ്രണയിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ പാട്ടിലും ഒരു പ്രണയമയം. അപ്പൊ മാം, എന്തായാലും ഓണത്തിന് നമ്മുടെ ഓണക്കൂട്ട് ബൈ ഷെഫ് പിള്ളെ ഇന്നത്തെ വന്നു. ചെറിയൊരു ഗെയിമിലോട്ട് പോയാലോ? പാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാട്ടുമായിട്ട് റിലേറ്റഡ് ആകുന്ന ഗെയിം ആയിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇവിടെ വിഷ്വലില് 3 പിക്ചേഴ്സ് വരും. ആ പിക്ചേഴ്സ് ഗസ് ചെയ്ത് ഏത് പാട്ടാണെന്ന് പറയണം. എന്നിട്ട് പാട്ട് പാടുകയും കൂടെ വേണേ രണ്ടുപേരും. നോക്കാം. ബട്ടർ അല്ലേ സ്റ്റാർട്ടിങ്? ബട്ടർ, നെയ്യ്. കുറച്ചും കൂടി മലയാള തനിമയിലൊന്ന് ചിന്തിച്ചു നോക്ക്. വെണ്ണക്കല്ലിൻ അതാണോ? അല്ല, നമുക്ക് വെണ്ണയായി കല്ലായി. ചൂണ്ടുവിരൽ ശില്പിയാണോ തടിയാണോ സ്വർണ്ണം? ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ ആൻസർ കിട്ടി. ഇതാണ് തടിയാണോ? വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി വെള്ളിപ്പൂ തിങ്കൾ നക്ഷത്ര പക്ഷി. ഞാൻ പഠിക്കുന്നുണ്ട് പാട്ട്. അടിപൊളി. അപ്പൊ ഈ പാട്ട് കണ്ടുപിടിച്ചു. നമുക്ക് അടുത്തേക്ക് പോയാലോ? യെസ്, ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. അതെ അതെ. കുറെ മത്സരം കൊണ്ടുവന്നത് എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. ഇതെല്ലാം മത്സരം കൊണ്ടുവരുമ്പോഴും പറയാം കേട്ടോ. ഇത് പാട്ടിനകത്തുള്ള 3 വേർഡുകളാണ്. ഇത് ഗസ് ചെയ്യണം. ഒരു പാട്ടാണ്. എന്തേ ഇന്നും വന്നില്ല. അതാണോ? ഷെഫ് പറഞ്ഞു കൊടുക്കരുത്. കറക്റ്റ് ആണോ? ഞങ്ങൾ എന്റെ ഗസ്റ്റ് ആണ്, അതിനെ ജയിപ്പിക്കേണ്ട എന്റെ കൂടെ ഉത്തരവാദിത്വം. എന്നാലും ഇപ്പൊ നമ്മളൊരു ടീമാ. ഗസ്റ്റ് സിംഗിൾ ആയിട്ട് അതാണോ? പറയത്തില്ല. ഷെഫ് കള്ളക്കളിയാട്ടോ. ഷെഫ് ഗന്ധർവൻ വരുന്നത്. അനുരാഗ ജ്ഞാനം ഗന്ധർവൻ. എനിക്കറിയാം. അടുത്തത് ഷെഫ് പറഞ്ഞു കൊടുക്കരുത്. ബാക്കി അടുത്തത് വെരി ഗുഡ്. പാട്ട് മനസ്സിലായി. അറിയില്ലായിരിക്കും. എന്തേ എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം വീട്ടും ഗന്ധർവൻ നിൻ സ്വപ്നം കാണും ആകാശപ്പൂക്കിന്നരം. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ? ഈ അടുത്തത് പറഞ്ഞു. സൂപ്പർ കേട്ടോ. പെട്ടെന്ന് ഷെഫിന് പെട്ടെന്ന് മനസ്സിലായി. അടിപൊളി. അടുത്ത നോക്കിയാലോ? ഞാനും പറയാം. ഞങ്ങൾക്ക് 2 പേർക്കൂടെ ഉള്ള ഇത് ആദ്യത്തേത് പോലെ തന്നെ പിക്ചേഴ്സ് തന്നിട്ട്. ഇല്ലില്ല നമ്മള് മണി. ഇത് ഈ ഗസ്റ്റിന് വേണ്ടിട്ട് മാത്രം. സൂര്യമണിത്തൂവൽ. ലാസ്റ്റില് മഴയുണ്ട്. അങ്ങനെ ഗസി. 4ാമത്തെ ഗുളികയാണോ? പറഞ്ഞായിരുന്നു. ഗുളികല്ല, മഞ്ചാടിക്കുരു. അത് മഞ്ചാടി അല്ല കേട്ടോ. ഒരു ക്ലൂ തന്നെ. അത് മഞ്ചാടിയല്ല. പ്രണയമണി പൊഴിയും മഴ മഴവിൽ കുടിയഴകു വിളിഞ്ഞൊരു വർണ്ണമഴ. ശരിയാണ്. പാട്. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുടിയഴകു വിടഞ്ഞൊരു വർണ്ണമഴ. അടുത്തത് നോക്കാം. അമ്പലപ്പുഴ, ഇതൊക്കെ പറഞ്ഞില്ലേ? അമ്പലപ്പുഴ, ഉണ്ണിക്കണ്ണൻ, കൽവിളക്ക്. ഇത്രയും സിമ്പിൾ. ഇതൊക്കെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ മത്സരം കൊണ്ടാണ് വരുന്നത്. എന്താ ഇച്ചിരി ഒരു പാട്ടുകാരിയാണ്. സമ്മതിച്ച്. അടുത്തതില് ഷെഫ് ദൈവത്തോട് പാട്ട് പഠിപ്പിക്കാതെ ആദ്യം. അതൊക്കെ ഞാൻ പഠിച്ചിട്ടൊക്കെ പോകത്തുള്ളൂ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയൂതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാ നിന്നെ കാത്തു നിന്നു നീ. അടുത്ത വരി. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. അമ്പലത്തിന്റെ നടയെ ചെന്നൊരു ഫീല് കിട്ടി. അമ്പലപ്പുഴ പോയിട്ടുണ്ടോ?
ഇല്ല. അശ്ശോ, അവിടെ പോയി പാൽപ്പായസം ഒരു തവണ കുടിക്കണം. ഓക്കെ, അടുത്തത് പോയാലോ? വിത്ത് ബോളി. അവിടെ ബോളി അതായത് കുറച്ച് ട്രഡീഷണൽ കഴിച്ചാൽ മതി. അടുത്തത് പോവാം. മിണ്ടതല്ല. ഓക്കെ, ശരി. ഞാൻ എന്നെ മിണ്ടുന്നില്ല. എന്നെ എങ്കിൽ അവിടെ മാറ്റുവേ, ഞാൻ കാണുന്നില്ല. ഷെഫ് ഇതിലോട്ട് നോക്കി. ശരി. ഹെൽപ്പ് ചെയ്യുന്നായിരുന്നു. ഇല്ല, കുയിൽ. അല്ല, ഞാൻ ക്ലൂ കൊടുക്കുവാണ്. ഒരെണ്ണം കിളിയാണ്, കണ്ണടച്ചു. ആ കണ്ണെഴുതിയേക്കുന്നതിന്റെ പ്രത്യേകത നോക്കൂ. കണ്ണെഴുതി പൊട്ടും തൊട്ട്. കണ്ണ് ടഫായി പോയി. എന്നോട് നേരത്തെ എന്താ പറഞ്ഞു? 3ാം ക്ലാസ്. അതെ അതെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ക്ലൂ കൊടുക്കും. സാറിന്റെ മ്യൂസിക് ആണേ. ദേ കണ്ണിന്റെ പ്രത്യേകത നോക്കൂ. കണ്ണ് എഴുതിയേക്കുന്നത് കണ്ടോ? കണ്ണ് എഴുതിയേക്കുന്നത് കണ്ണെഴുതിക്കുന്നത് നല്ലോണം കാജലിട്ടിട്ടുണ്ട്. കാജല് വേറെ അതിന്റെ മലയാളം പറയൂ. എന്ത് വെച്ചിട്ടാ? കരിമിഴി കുരുവിയെ കണ്ടില്ല. ഓ, എന്തായാലും കൃത്യമായിട്ട് ആദ്യത്തെ വരി പാടുന്നുണ്ട്, പിന്നെ തെറ്റിച്ചാലും കുഴപ്പമില്ല. കരിമിഴി കുരുവി. അതെ, കണ്ടില്ല. കറക്റ്റ്. അയ്യോ, കരിമിഴി കുരുവിയെ കണ്ടീടാ, നെഞ്ചിരിമണി ചിലമ്പൊളി കേട്ടീടാ, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീടാ, കാവിൽ വന്നീരാരാ, പൂരം കണ്ടീരാ, മായക്കൈ കൊട്ടും മേളവും കേട്ടീരാ, കരിമിഴി കുരുവിയെ കണ്ടേ. വിശ്വമാധവൻ. നന്നായിട്ട് പാടി, നന്നായിട്ട്. താങ്ക് യു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇതിനകത്ത് ഷെഫ് മിണ്ടരുത്, അതാണ് ഷെഫിന്റെ ടാസ്ക്. ഓക്കെ, ഹെൽപ്പ് ചെയ്തോ. അഴകുള്ള എന്തിനാണ് നീ അലിവുള്ള? മനസ്സിലായല്ലോ ഒരു പാട്ടിന്റെ. ഇച്ചിരി ടഫാണ്. ഇത് നല്ല tough ആണ്. കേൾക്കാത്തൊരു പാട്ടാണോ? നിങ്ങൾ ആരും കേൾക്കാത്ത പാട്ട് കേട്ടിട്ടുള്ള പാട്ടാണല്ലോ അല്ലേ? ഹിറ്റ് ആയിരിക്കണം. ഒരു ക്ലൂ. ജയറാമേട്ടൻ അഭിനയിച്ച പാട്ടാണ്. ജയറാമേട്ടൻ ഒരു വിത്ത് ഒരു പ്രിയ പേരുള്ള എന്നുവെച്ചാൽ രണ്ട് പേര് ചേർന്നിട്ടാണ്. അങ്ങനെ പറയത്തില്ല. പ്രിയ ഉണ്ട്, അതിന്റെ അവിടെ മണി ഉണ്ടാവും. ആ നായികയുടെ പേരിൽ പ്രിയ എന്നും കൂടി ഉണ്ട്. ജയറാമേട്ടൻ പ്ലസ് പത്മപ്രിയ. പറയത്തില്ല. സുപ്രിയ ആയിരിക്കാം, അല്ലാതായിരിക്കാം. പ്രിയ ഉള്ളത് ജയറാമേട്ടൻ പ്ലസ് ഡാഷ് പ്രിയ. ഈ ആദ്യത്തെ വാക്ക് പാട്ടിന്റെ 2ാമത്തെ ലൈൻസിലാണ്. അതാണ് കൊണ്ടിട്ടേക്കുന്നത്. ഫസ്റ്റ് വരി എന്ന് പറയാമോ? അതൊരു പേരാണ്, ഒരു ലേഡിയുടെ പേര്. ഏതെങ്കിലും ഈ വരിയിൽ വേറെ ഈ അഴകുള്ള അലിവുള്ള എന്ന് 2 ഇട്ടുണ്ടാ കൺഫ്യൂഷൻ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ലൈൻ്റെ ഒരു വരിയോടെ നിങ്ങളൊരു തന്നെ ഇപ്പൊ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു വരി. ആദ്യത്തെ വരി വേണ്ട, അത് തന്നെ. അഴകുള്ള ഒരു പേര്, അലിവുള്ള ഒരു പേര്. ഇതിൽ കൂടുതൽ എന്തുവാ? അഴകുള്ള പെണ്ണെ, അലിവുള്ള പെണ്ണെ. ഓ എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. എന്നിട്ട് പേര് ഓ, ഒരു ലേഡിയുടെ പേര്. ഓ സൈനബ, സമ്മാനമല്ല എനിക്ക് തരണം. വെരി ഗുഡ്. ഇത് മൊത്തം ചട്ടിയോടെ കൊണ്ടുപോയിക്കോ. പാടാം, 2 പേര് പാടി നോക്കിയാലോ? ഓ സൈനവ, അഴകുള്ള സൈനവ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? മാനല്ല ഞാൻ, ഇളമാനല്ല ഞാൻ, ഇളം തൂവൽ കൊണ്ടു കൂടു തീർക്കുമല്ലിപ്പൈങ്കിളി. പക്ഷെ നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ. ആക്കി തന്നത്. പക്ഷെ കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. ഇതെന്താന്ന് പറ? ഇത് പച്ചടിയാണ്. എന്ത് പച്ചടിയാന്ന് പറ? ഇതിനകത്തിരിക്കുന്ന പച്ചക്കറി ഒരു ക്ലൂ തരാം. ഇതിനകത്ത് 2 പച്ചക്കറി ഉണ്ട്. എന്താന്ന് പറ? പച്ചക്കറിയോ? പച്ചക്കറി തന്നെ. കോമൺ ആയിട്ട് നമ്മള് പച്ചടി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട്, വെള്ളരിക്ക അതൊക്കെ വെച്ചിട്ടാണ്. ഷെഫ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചൈനീസിൽ നിന്ന് വരെ സാധനങ്ങൾ ഇറങ്ങും. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം. എന്താന്ന് പറയെങ്കിൽ ഇത് കഴിച്ചിട്ട് 2 തരം പച്ചക്കറി, ഇത് 2 തരം ഉണ്ട്. ഇതെന്താന്ന് ഒരു ഗസ് ചെയ്യാമെങ്കിൽ വനജയ്ക്ക് ഇച്ചിരി ബുദ്ധിയെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറയും.
എനിക്കൊരു ടിഷ്യൂ തരൂ. എഴുതി തരാനാണോ? ടിഷ്യൂ ഒക്കെ അല്ലേ ചോദിക്കാൻ. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? പക്ഷെ അപാര ടേസ്റ്റ്. അതൊന്നും ടേസ്റ്റിനെ കുറിച്ചല്ല, ഇത് എന്താ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറ. മെയിൻ വെള്ളരിക്ക വിചാരിക്കാത്തൊരു സംഭവമായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ പോയി അവിടെ ഇരുന്ന് കണ്ടാ മതി. ഞാൻ ഇച്ചിരി സത്യസന്ധയായിപ്പോയി, എനിക്ക് കാണാന്നോണ്ട് അവിടെ ഇരിക്കുന്നത്. എന്താന്ന് പറ, പേര് പറ. അത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. മറ്റേ അതിന്റെ കൂടെ ഉള്ളത് എന്താ? ഡ്രാഗൺ ഫ്രൂട്ട് ഗുരുവിനകത്ത് ഇലാമപ്പഴം വല്ലോ. ഷെഫായോണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാനും ഷെഫും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്നാകും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റും. അത് കണ്ടിട്ട് ഇത് ഒരൈറ്റം എനിക്ക് കിട്ടിയില്ല. കണ്ടിട്ട് ഇത് ചെത്തി വെച്ചേക്കുന്നതുകൊണ്ട് ഗസ് ചെയ്യാൻ പറ്റില്ല. അത് കരിക്കിന്റെ ടേസ്റ്റ് കിട്ടിയില്ല. ഇത് പക്ഷെ ഇതിനകത്ത് ഒന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് കണ്ടോണ്ട് മാത്രം പറഞ്ഞ LG കൂട്ടായ ഇട്ടിട്ടുണ്ടോ? അതങ്ങ് തിരിച്ചറിഞ്ഞില്ലേ? അതെ, അതിന്റെ ഫ്ലേവർ ഇതിനകത്തുണ്ട്. ശരി, ബാക്കി അവിടെ അവസാനം കാണുമ്പോൾ ഒന്നുകൂടെ റെസിപ്പി പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. ഓക്കെ. അതെ, നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്തൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് LG കായം. ഇത് ഈ ഒരു ചേരുവ കൊണ്ട് മാത്രം. LG കൂട്ടുകായം എന്നാണ് പറയേണ്ടത്. അതെ, LG കൂട്ടുകായം. നമ്മൾ ഇങ്ങനെ ചെല്ലപ്പേര് വിളിക്കത്തില്ല, LG എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഈ കറിയുടെ മുമ്പിൽ നിന്ന് പറയുവാണെങ്കിൽ അത് ഗസ് ചെയ്യാവുന്നതേ. അപ്പൊ LG കൂട്ടുകായം ഈ ഒരു ചേരുവ മാത്രം മതി നമ്മുടെ ആ ട്രഡീഷണൽ സ്റ്റൈലും ആ ഒരു തനിത് രുചിയൊക്കെ നമ്മുടെ കറിക്കായാലും ബാക്കി ഏത് ഡിഷാണോ ഉണ്ടാക്കുന്നത് അതിന് കിട്ടാൻ. ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. ഇപ്പൊ ഓണമെന്നല്ല, ഏത് ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ രസം ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, ഇതുപോലുള്ള പച്ചടി കിച്ചടി അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, നല്ല സ്വാദായിരിക്കും. ഈ ഒരു ഓണത്തിന് മറന്നു പോകണ്ട LG കൂട്ടുകായം. നിങ്ങളും ട്രൈ ചെയ്തിട്ട് അനുഭവിച്ചറിയണം കേട്ടോ. അനുഭവിച്ച് തന്നെ അറിയണം, രക്ഷയില്ല. കഴിച്ച് നോക്കിയിട്ട് ആസ്വദിച്ചിട്ട് എന്നോട് പറയണം. പിന്നെ ഞാൻ പറഞ്ഞു പാട്ടിൻ്റെ കാര്യം കേട്ടോ, അത് ഞാൻ വെയിറ്റ് ചെയ്യുവേ. എനിക്ക് വാക്ക് തന്നാണ് ടിപ്പ്. 1-2 ഞാൻ മൂളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ബാക്കി ഓക്കെ. ഷെഫ് ഇപ്പൊ നടക്കട്ടെ കാര്യങ്ങൾ. സന്തോഷം. അവിടെ കാണും, പഠിപ്പിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്ത എപ്പിസോഡിലെങ്കിലും ഉടായ്പില്ലാണ്ട് വരണേ പ്ലീസ്. നമ്മുടെ പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഇളക്കുമ്പോ ഇങ്ങനെ ഇളവി ഇങ്ങനെ നിൽക്കണം, എന്നാൽ അവരുടെ സ്പൂണിൽ നിൽക്കുകയും വേണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഷെഫ് ഇങ്ങനെ ഓരോരോ ഡിഷ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നിൽ വെക്കുമ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രസൻറ്റേഷന് തന്നെ എപ്പോഴും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കും ഇങ്ങനെ പ്രസൻറ്റേഷന് വേണ്ടി. ആ ഒരു ആൾക്ക് ഒരു ഐ അപ്പീലിംഗ്. ഫൈനലി നമ്മൾ എത്ര ടേസ്റ്റ് ആണെങ്കിലും ആദ്യം ആ കാഴ്ചയിൽ ഒരു ഭക്ഷണം കാണുമ്പോൾ ഒരു ഫസ്റ്റ് ആ ഭക്ഷണത്തോട് ഒരു പ്രിയം തോന്നുമ്പോൾ തന്നെ പകുതി അങ്ങ് ഇഷ്ടപ്പെടും. പിന്നീട് അതിൻ്റെ സുഗന്ധം മൂക്കിലൂടെ കിട്ടുന്നു, അവസാനമാണ് കഴിക്കുക. കാഴ്ചയിലൂടെയും അതിൻ്റെ ആരോമയിൽ കൂടെ അതിൻ്റെ ഇൻഫ്യൂസ് ചെയ്ത ഫ്ലേവർ കൊണ്ട് നമ്മൾ ഒരാളെ സന്തോഷിപ്പിക്കണം, എന്നിട്ടാണ് രുചിയിൽ വരിക. അപ്പോൾ ഇതുകൊണ്ട് പ്രസൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ടെക്സ്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ റെസിപ്പി ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ഇത് നമ്മുടെ ഒരു ഫ്യൂഷൻ പച്ചടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടും റംബൂട്ടാനുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ആദ്യം ഒരു ചട്ടിയിൽ ഈ 2 ഫ്രൂട്ടും ഒരല്പം വെള്ളവും ചോപ്പ് ചെയ്ത പച്ചമുളകും ഉപ്പും ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. തേങ്ങ, കടുകും ജീരകവും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം കട്ടിയുള്ള മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നിങ്ങൾ മിക്സ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ പച്ചക്കറി അങ്ങോട്ട് വേവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് അങ്ങോട്ട് വെന്ത് ഒന്ന് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വേവുന്ന സമയത്ത് അരപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്ത് ഇളക്കാണ്ട് തീ അണച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വത്തൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മിക്സ് ചെയ്ത തൈര് ചേർത്ത് തീ അണച്ച് വയ്ക്കുക, മിക്സ് ചെയ്യാണ്ട്. അപ്പോഴത്തേക്ക് വത്തൽമുളക് നന്നായിട്ട് ചുമന്ന കളറിലെത്തുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ലേശം LGയുടെ കൂട്ടുകായം ചേർത്ത് താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ്സ് ഇൻഫ്യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒരു സ്പെഷ്യൽ ഈ ഒരു ഓണത്തിന് ഒരു പുതിയ ഫ്ലേവറുള്ള ഒരു റംബൂട്ടാൻ്റെ പുളിയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇളം മധുരം കലർന്ന ഒരു അടിപൊളി പച്ചടി ഇലയിൽ വിളമ്പാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഫ്രൂട്ടാണല്ലോ ഇത്. ബേസിക്കലി ഏത്തപ്പഴവും പൈനാപ്പിളുമാണ്. അപ്പോൾ എന്ത് ഫ്രൂട്ട് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. അധികം പുളിയില്ലാത്തതോ മധുരം അതിൻ്റെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു മധുരമുള്ള അധികം മധുരമുള്ള ഒരു സംഭവമല്ല, എന്നാൽ റംബൂട്ടാന് കുറച്ച് മധുരവും പുളിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് ഇതിനകത്ത് വർക്കാവും തോന്നിയിട്ട് ചെയ്തതാണ്.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അതെ. കാരണം ഒരിക്കലും ഇതിപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ എടുത്തു കൊടുത്താലും അറിയില്ല ഇങ്ങനെ കൊടുത്ത ഇത് എന്ത് പച്ചക്കറിയാണ്, അയ്യോ ഇത് വെള്ളരിക്കയാണോ അല്ലെങ്കിൽ ഇത് വല്ല പടവലങ്ങയാണോ, അതിന്റെ കൂടെ എന്തെങ്കിലും മധുരമായിട്ട് എന്ത് ഇങ്ങനെ വന്നു, അത് നമ്മൾ പഞ്ചസാര ചേർത്തയാണോ എന്നൊക്കെ ഉള്ളൊരു ഫീല് വരും അറിയാതെ വന്നു കഴിഞ്ഞു. ഷെഫിന് ജസ്റ്റ് ഇങ്ങനെ പറയണത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നോർത്ത് ഇന്ത്യൻസും വേറെ ഡിഫറെൻറ്റ് രാജ്യക്കാർ വരുമ്പോൾ അവർ കേരളത്തിൽ വരുമ്പോൾ ചോദിക്കും ഷെഫ് പിള്ളേർ റെസ്റ്റോറൻറ്റിൽ പോകണം എന്ന് പറയും. അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ അടുത്ത് വന്ന് പറയും. ഇപ്പം ബോംബെ, ഡൽഹി എന്നൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ വരുന്നവർ ആദ്യമായിട്ട് നമ്മുടെ എത്ര വെയിറ്റ് ചെയ്യാനും റെഡിയാണ് കേട്ടോ. പുറത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കണം, മീൽസ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും. താങ്ക് യു സോ മച്ച് നിത്യ. അപ്പം ഭയങ്കര സന്തോഷം നമ്മുടെ ഈ ഒരു ഓണത്തിന് വന്നു. ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. LG കൂട്ടുകാരും വക ഒരു ഗിഫ്റ്റാണ്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിനും നമ്മുടെ പ്രേക്ഷകരോടും എന്താണ് നിത്യയ്ക്ക് പേഴ്സണലി വളരെ ഒരു ഓണാശംസയാവാം, എന്ത് വേണേലും പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടുകൂടെ പാടി നമുക്ക് എൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു കുടുംബം പോലെയാണ്. കാരണം നല്ല നല്ല ഓർമ്മകളാണ് ഫ്ലവേഴ്സ് ചാനൽ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു ഓണം സ്പെഷ്യലാക്കി തന്നത് ഷെഫ് പിള്ളയുടെ പ്രസൻസും കൂടെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയും സ്നേഹവും നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് നിത്യയുടെ ഒരു പാട്ടുകൂടെ നമുക്ക് കേൾക്കാം. താങ്ക് യു സോ മച്ച്. ശിശിരമേ പതിയെ നീ തഴുകവേ എന്നിലകളെ പെയ്തു ഞാൻ ആർദ്രമായി നീ നെറുകയിൽ ഞൊടിയിൽ നീ മുകരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ ഒരേ ചിറകുമായി ആയിരം ജന്മവും കെടാതുണരണേ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺ ചെന്നിടാതെ എൻ